Today we will be discussing another interesting topic, which is the development of solids. So I will give some introduction about this topic, and after that we will move into the problems. So like we discussed in the solids, we are going to discuss about the development of prisms and pyramids. But when you compare it with the solids or problems from the solids, this development is completely different. മറ്റൊരു ആസ്പെക്റ്റാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ പ്രൊജക്ഷനപ്പുറത്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. സോ ലെറ്റ്സ് ലുക്ക് ഇൻടു ദാറ്റ്. എന്താണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇൻ സിമ്പിൾ വേർഡ്സ്, നമ്മൾ ഒരു സോളിഡിനെ അൺട്രാപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് ഉള്ളതാണ് എൻ്റെ ആൻസർ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സോളിഡ് എന്ന് പറയുമ്പോഴും വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് എ ഹോളോ. അതായത് ഇതെന്താണ്, ദിസ് ഇസ് ഒരു ഷീറ്റ് ഓഫ് പേപ്പറെന്നോ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന, ഫോൾഡ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹോളോ ആയിട്ടുള്ള ഒരു ബോഡിയെയാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ സോളിഡിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, ഒരു ഹോളോ ആണ് ഇത് എന്നുള്ളൊരു അസംഷൻ ആദ്യം തന്നെ ഉണ്ട്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി വേരിയസ് ആസ്പെക്ട്സ്. സോ എന്താണ് ഡെവലപ്മെന്റ്? ഡെവലപ്മെന്റ് ഈസ് നത്തിങ് ബട്ട് വി ആർ കട്ടിങ് ഇറ്റ് ഓപ്പൺ ആൻഡ് ഫ്രം വൺ സൈഡ് ടു അനദർ. അതാണ്, അതായത് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തു. അപ്പോൾ എന്തായിരിക്കും നമ്മൾ കാണുന്നത്? അതാണ് അതിൻ്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സാധനം. ഫോർ എക്സാമ്പിൾ, ദി ഷേപ്പ് ഓഫ് ദാറ്റ് അൺഫോൾഡഡ് ഷീറ്റ് ഈസ് കോൾഡ് ദി ഡെവലപ്മെന്റ് ഓഫ് ലാറ്ററൽ സർഫസ്. ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബേസ് നമ്മൾ കൺസിഡർ ചെയ്തില്ല. ദാറ്റ് മീൻസ് ഇഫ് യു കൺസിഡർ ദിസ് സ്ക്വയർ പിരമിഡ്, വി വോണ്ട് കൺസിഡർ ദിസ് ബേസ്. ഇൻസ്റ്റെഡ് ദി റിമൈനിങ് ഫേസസ് ആർ കോൾഡ് ആസ് ദി ലാറ്ററൽ ഫേസസ്. ഓക്കെ, അപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതിനെ കവർ ചെയ്യുന്ന ഒരു ഷീറ്റ് ഉണ്ട് നമുക്കിങ്ങനെ. നമ്മളിതിനെ വൺ ബൈ വൺ ആയി ഓപ്പൺ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സാധനം. അപ്പം ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. വെൻ വി ലുക്ക് ഇൻ ടു ദി എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ്, യു ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് ആപ്ലിക്കേഷൻസ്, എസ്പെഷ്യലി ലൈക്ക് ബോയിലേഴ്സ്, ഷെൽസ്, ചിമ്മിനി, ഇങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. സ്പെഷ്യലി ഈ ഷീറ്റ് മെറ്റൽസ് കൊണ്ട് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന എല്ലാം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ നമുക്ക് ഡെവലപ്മെന്റ് കൺസെപ്റ്റ് ഒത്തിരി അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഇപ്പൊ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ യു ഹാവ് എ സെറ്റ് ഓഫ് ട്രൈ അല്ലേ? ഈ ട്രൈ ഇതുപോലെ മോൾഡ് ചെയ്തെടുത്തല്ല ചെയ്തത്. ഇതിൽ നമുക്കൊരു ഷീറ്റ് ഉണ്ടായിരുന്നു, വി ഹാഡ് എ അലുമിനിയം ഷീറ്റ് ഓർ എ സ്റ്റീൽ ഷീറ്റ് നമുക്കുണ്ടായിരുന്നു ഓഫ് സം തിക്നെസ്. നമ്മൾ അതിനെ ഒരു പ്രത്യേക ഷേപ്പിൽ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് വരുമ്പോൾ എന്താവും, നമുക്ക് ഈ ഷേപ്പ് കിട്ടും. അതാണ് എൻ്റെ ആസ്പെക്ട്. സോ സെക്കൻഡ് ഫിഗർ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു ഷീറ്റ് മെറ്റലിനെ കട്ട് ചെയ്തെടുത്തത് എന്ത് ചെയ്യാണ് വെച്ച് നമ്മൾ ഫോൾഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് മാറ്റിയത് കണ്ടോ. അപ്പോൾ നമുക്ക് ഒരു റെക്ടാങ്കുലർ പീസ് ഓഫ് ഷീറ്റിനെ എടുത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വി വോണ്ട് ഗെറ്റ് ദിസ് ഷേപ്പ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു കട്ട് ഇറ്റ് ഇൻ എ സ്പെസിഫിക് ഷേപ്പ്. അതിനുശേഷം ഫോൾഡ് ചെയ്താലേ ഉള്ളൂ എന്ത്, നമുക്ക് റിക്വയർഡ് ഷേപ്പ് ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ, okay, if you take a sheet of paper and you have a rectangular sheet of paper here, and if you roll it inside out, it will form a cylinder, something like this, right? Something like this, it will form a cylinder. അപ്പോൾ നമുക്ക് അത് അത്രേ ഉള്ളൂ. കൺസെപ്റ്റ് ഇസ് വെരി സിമ്പിൾ. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ഡെവലപ്പ് എ സോളിഡ് ഓർ ഇഫ് യു ഡെവലപ്പ് എ സോളിഡ് ഓർ എ ട്രങ്കേറ്റഡ് സോളിഡ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് പോർഷൻ റിമൂവ് ആയതിനു ശേഷം നിൽക്കുന്ന റിമൈനിങ് പോർഷൻ ഓഫ് ദ സോളിഡിനെ ഡെവലപ്പ് ചെയ്താൽ ആ ഷീറ്റ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. സോ നമ്മൾ ആ ഒരു ആസ്പെക്റ്റിലാണ് ഇതിനെ ലേൺ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ ആപ്ലിക്കേഷൻ എന്താണ്? ഇതുപോലുള്ള എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷനിൽ ഒരു കമ്പോണന്റിനെ നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഹൗ വി ഷുഡ് കട്ട് ദ ഷീറ്റ്, അതാണ്. അപ്പോൾ അതൊരു നമ്മളുടെ ഈ ഫാബ്രിക്കേഷൻ പ്രോസസ്സിലൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആകുന്ന ഒരു സാധനമാണ്. സോ ഇഫ് യു ലുക്ക് ഇൻ ടു മോസ്റ്റ് ഓഫ് ദ ഷീറ്റ് മെറ്റൽസ് products are in need of this development. അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തതിന് ശേഷമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇതൊരു കവർ, യു ജസ്റ്റ് ലുക്ക് ഇൻ ടു ദിസ് കവർ. ഈ കവറിനെ if you want to open this, if you lift this top surface, it is going to be a rectangle in shape. അതുപോലെ നമ്മൾ ഈ ബോക്സിനെ വൺ ബൈ വൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് ഷീറ്റ് അല്ലെങ്കിൽ എ സെറ്റ് ഓഫ് റെക്ടാങ്കുലർ പീസസ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് we look into that in the next slide. So look here, when you take the case of a prism, you have a square prism here, the cross section is a square, and if you open it, you consider that this particular square prism was wrapped around or wrapped by a sheet of paper. ആ ഷീറ്റ് ഓഫ് പേപ്പറിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കും? നമ്മളതിനെ കുറച്ചുകൂടി ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും?
റൈറ്റ്. ഇത്രേ ഉള്ളൂ. ഇപ്പുറത്ത് ഒരു പീസ് ഉണ്ട്. ഈ പീസ് ഈ പറഞ്ഞ സ്ക്വയറോ വേണമെന്നില്ല, കാരണം അത് ലാറ്ററൽ സർഫസ് അല്ലാത്തതുകൊണ്ട് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബട്ട് യു ജസ്റ്റ് ലുക്ക് ഇൻ ടു ദാറ്റ്. ഹിയർ യു ഹാവ് 4 റെക്ടാങ്കുലർ ഫേസസ് ഹിയർ, അല്ലേ? അപ്പം 1 2 3 4 റെക്ടാങ്കുലർ ഫേസുകളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അതിൻ്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സാധനം. സിമിലർ ഈസ് ദ കേസ് ഫോർ എ സിലിണ്ടർ. അതൊരു പ്ലെയിൻ ഷീറ്റ് ഓഫ് പേപ്പർ ആയിരിക്കും. ഇഫ് യു റോൾ ഇറ്റ് അപ്പ് ഇറ്റ് വിൽ ബിക്കം ദി സിലിണ്ടർ. പക്ഷേ when you compare this prism with pyramids, ഇത് റെക്ടാങ്കുലർ ഷീറ്റ് ആയിരിക്കില്ല, ഒബ്വിയസ്. എന്തായിരിക്കും? നമുക്കറിയാം ഫേസസ് ട്രയാങ്കുലർ ആണ്. ഇൻ എ സിമിലർ വേ ട്രയാങ്കുലർ ഫേസസ് ആർ അറേഞ്ച്ഡ് ഇൻ an arc, in the form of an arc. ആർക്കല്ല, ആർക്കിന്റെ ഫോമിൽ എന്താണ് കേർഡ് പോയിട്ടായിരിക്കും സാധനം ചെയ്യുന്നത്. അപ്പം ഈ രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം ആഫ്റ്റർ കട്ടിങ് ഇൻ ടു ദിസ് ഷേപ്പ് ആൻഡ് ഇഫ് യു സ്റ്റാർട്ട് ടു ഫോൾഡ് ഇറ്റ്, ഇറ്റ് ഈസ് ഗോയിങ് ടു give us the shape of a pyramid. So somebody asks you to fabricate a pyramid. വളരെ എളുപ്പമാണ്. എന്ത് ചെയ്യുക? നിങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്യുക ആദ്യം. You develop that into a sheet of paper and you cut that sheet of paper, you fold it, you will get the solid. അത്രയ്ക്ക് സിമ്പിൾ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പല തരത്തിലുള്ള ഡെവലപ്മെന്റുകൾ ചെയ്യാം. Let's look into the various aspects. Okay, so development of lateral surface. First we will look into the cylinder. So we know that the cylinder, the diameter of the cylinder is capital D, and when you develop this cylinder, it is going to be a rectangular sheet, right? അങ്ങനെ ആ റെക്ടാങ്കുലർ ഷീറ്റിന്റെ ലെങ്ത് എന്തായിരിക്കും? What will be the length of the rectangular sheet? It is going to be pi into d, circumference, അല്ലേ? സർക്കംഫറൻസിന്റെ ലെങ്ത് ഉള്ള ഒരു ഷീറ്റ് ആയിരിക്കും. സോ സർക്കംഫറൻസ് എത്രയാണ്? പൈ ഇൻറ്റു ഡി, അല്ലെങ്കിൽ എത്രയാണത്? 2πr എന്നൊക്കെ പറയുന്ന ലെങ്ത് തന്നെ. സോ സർക്കംഫറൻസ് ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഫോൾഡ് ചെയ്താൽ നമുക്ക് ആ ഡയമീറ്റർ ഉള്ള ഒരു സിലിണ്ടർ കിട്ടും, റൈറ്റ്? നൗ പ്രിസംസ് എടുക്കുമ്പോൾ എന്തായിരിക്കും? പ്രിസംസ് in general we can conclude that the development of prisms and cylinders are rectangular sheets without any doubt നമുക്ക് പറയാൻ പറ്റും, അല്ലേ? പക്ഷേ ഒരു സിലിണ്ടർ, when you consider a cylinder, ആ ജസ്റ്റ് എ പ്ലെയിൻ ഷീറ്റ് ഓഫ് പേപ്പർ ആയിരിക്കും, അവിടെ എഡ്ജുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ when you take the case of a prism, the length of that rectangular sheet will be based upon the number of faces it has. ഇവിടെ നമ്മൾ നോക്കിയത് ഹെക്സഗൺ ആണ്. ഹെക്സഗൺ മൊത്തം 6 ഫേസുകളാണുള്ളത്, അല്ലേ? സോ ഇഫ് എഡ്ജ് ലെങ്ത് എത്രയാണ്? എസ് ആണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഷീറ്റ് എത്രയായിരിക്കും? 6 times എസ് ആയിരിക്കും, കാരണം 6 ഫേസസ് ഉണ്ടല്ലോ. അപ്പം അതുപോലുള്ള 6 ഫേസുകൾ കണ്ടോ? 1 2 3 4 5. Sorry, this is a pentagonal prism, so we have got 5 faces. So a number of base edge into the length of the base edge എന്ന് പറയുന്നതായിരിക്കും the length of that rectangular sheet. But when you compare these two, the main difference is that here we will not show any kind of edges, but when you develop a prism other than the cylinders like pentagon or hexagon, square or triangle, anything, you have to show these edges. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നതും ഇത് രണ്ടും എന്തായിരിക്കും? 1 at the same ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഹൗ യു ഹാവ് ടു. ആൻഡ് ഹൈറ്റ് എത്രയായിരിക്കും? എപ്പോഴും ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സോളിഡിന്റെ ഹൈറ്റ് തന്നെയായിരിക്കും. ഓക്കെ, പ്രിസത്തിന്റെ കേസിൽ. ഓക്കെ, വെൻ യു ടേക്ക് ദ കേസ് ഓഫ് എ കോൺ, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? അതാണ് അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ. കോണിന്റെ നമുക്കറിയാം ബേസ് എന്ന് പറയുന്നത് കർവ് ആണ്. വി കെ നോട്ട് ഹാവ് എൻ എഡ്ജ് ലൈക്ക് ദിസ്. സോ അഗെയിൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കോംപ്ലിക്കേറ്റഡ് തിങ്. അപ്പൊ ഇതിന്റെ എന്തായിരിക്കും? ഇതുപോലുള്ള ഒരു കേർവ്ഡ് ഷീറ്റ് ആയിരിക്കും. ഇതിനെ നമ്മൾ എന്താണ്? ഇതൊരു പർട്ടിക്കുലർ ആംഗിളിലാണ് ഇത് ഫോൾഡ് ചെയ്തേക്കുന്നത്. ലെങ്ത് പർട്ടിക്കുലർ ആംഗിൾ മതി നമുക്ക്. 180 ഒന്നും വേണ്ട. 180 വേണ്ടെന്നല്ല, ബേസ്ഡ് അപ്പോൺ ദിസ് കോൺ അറ്റ് തീറ്റ അതെത്രയാണോ അത്. ഇതിനെ ഫോൾഡ് ചെയ്താൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് ദ ഷേപ്പ് ഓഫ് എ കോൺ. Now the question is, what is the value of this theta? Right? അതെന്താണ്? We are using a formula for that. The answer is that theta is equal to r by l into 360. This is a very important formula which we need to use when we solve questions about cone. എന്താണ് r? r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. l എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സ്ലാൻഡ് ആണ്. സ്ലാൻഡ് എഡ്ജിന്റെ ലെങ്ത് ആണ്. ഈ കോണിന് മാത്രമേ നമുക്കൊരു ഫോർമുല യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, r by l into 360. So if you want to cut a sheet so that it makes the surface of a cone,
then the angle subtended should be equal to how much? R by L into 360. So you should keep a note of this formula. It's very much needed, right? Now when you take the case of a pyramids, the number of faces is purely, their shape is triangle, as you all know that, and the shape of the development will be somewhat similar to that of the cone. കോണിൻ്റെ പോലൊക്കെ തന്നെ ഇരിക്കും, ആർക്കായിരിക്കും. പക്ഷെ ആർക്കിൽ എന്തായിരിക്കും? ഇതുപോലത്തെ കേർവ് ആയിരിക്കില്ല. കാരണം പിരമിഡ്സ് എടുക്കുമ്പോഴത്തേക്കിന് എഡ്ജുകളുടെ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ്, അത് കേർവ് അല്ല. സോ സ്ട്രെയിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഒരു ആർക്ക് വരച്ചിട്ട് ഇതും ഈ ലെങ്ത് തന്നെ സ്ലാൻഡ് ലെങ്ത് ഉള്ള ഒരു ആർക്ക് വരച്ചിട്ട് ആ ആർക്കയിലോട്ട് നമ്മൾ എഡ്ജ് ലെങ്തുകൾ ആർക്ക് പോലെ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഓരോരോ എഡ്ജുകൾ കിട്ടും. അപ്പോൾ എത്ര എഡ്ജുകളുണ്ടോ അത്രയും ആർക്കുകൾ കട്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പം 4 എഡ്ജാണ് നമുക്കുള്ളത്. സോ ഇഫ് യു ലുക്ക് ഹിയർ ഫോർ ദ സ്ക്വയർ പിരമിഡ് യു ഹാവ് ഗോട്ട് 4 edges. So keeping this as the center and length of the radius as the edge length, you cut 1, 2, 3 and 4 arc, which indicates 4 corners, and you can join these 2 points by straight lines, and that indicates the edge. And finally in the ഓരോന്നും അപ്പെക്സിൽ നിന്നും ജോയിൻ ചെയ്യുക. It's very simple. ടെട്രാഹൈഡ്രൺ നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സോ എല്ലാ ഫേസുകളും ട്രയാങ്കിൾ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. 8 ട്രയാങ്കിൾ ഫേസുകൾ, 3, 4 ട്രയാങ്കിൾ ഫേസുകൾ കാണും. ഇത്രോ. ക്യൂബ് ആകുമ്പോൾ എന്തായിരിക്കും? ക്യൂബിന് 6 ഫേസുകളാണ്, 6 സ്ക്വയർ ഫേസുകളാണ്. സോ 4 സ്ക്വയർ ഫേസ്, 5, 6. ഓക്കെ, അപ്പം ദിസ് ഇസ് എ ജനറൽ ഓവർവ്യൂ അബൌട്ട് ദി ഡെവലപ്മെന്റ് ഓഫ് ഡിഫറെന്റ് ഷേപ്സ്. പക്ഷെ നമ്മൾ വി ആർ നോട്ട് ഗോയിങ് ടു ഡെവലപ്പ് ഓൾ ദീസ് തിങ്സ്. ഇങ്ങനെയല്ല ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. We are going to discuss about a truncated solid. Suppose ഇതിനെ ഒരു സെക്ഷൻ കട്ട് ചെയ്ത് പോയതിനു ശേഷം എന്താണ്, what is remaining, what will be the shape of the remaining, or develop the remaining portion of the solid. Okay, so in order to do that we have to have a basic idea of all these things. So what I prefer is that you study the development along with the sections. അപ്പോൾ അതേ പടത്തിന്റെ തന്നെ ഡെവലപ്മെന്റ് വരച്ചാൽ നിങ്ങൾക്ക് എളുപ്പം ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. Okay, that's how we are going to solve questions. So in the next class I will show you the examples of some developments and we will solve some questions. Thank you.